ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുള്ള, ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും സംശയം തോന്നുന്നൊരു കാര്യമാണ്. ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് എനിക്കറിയില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ സോ കോൾഡ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് കേവലം ഒരു കണ്ടന്റ് ക്രിയേഷൻ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ ട്രോമാസ്, പേഴ്സണൽ ഹിക്കപ്സ് തുടങ്ങിയ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് നമ്മുടെ യഥാർത്ഥ ഒരു ഇമോഷണൽ ഫീലിന് വേണ്ടിയിട്ടാണോ അതോ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടാണോ? നമ്മുടെ വീട്ടിലുള്ള നമ്മുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമല്ല. അതൊരു പക്ഷേ നാളെ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം നൽകുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച, പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ബന്ധുക്കൾ, നമ്മുടെ കുട്ടികൾ, അവർ പോലും അറിയാതെ ഒരു വിൽപ്പന ചരക്കായിട്ട് മാറുന്നില്ലേ? നമ്മുടെ സ്വകാര്യ വിഷയങ്ങൾ ഒരു കണ്ടന്റായിട്ട് മാറുമ്പോൾ അവിടെ നമ്മുടെ ജീവിതം പരാജയപ്പെടുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിനെ തന്നെ വിപണനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞിൻ്റെ കൗതുകമുള്ള കാഴ്ച ഒരുപക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ അത് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വൈറൽ കണ്ടന്റായിട്ട് മാറിയേക്കാം. പക്ഷേ ഒരു കാരണവശാലും നാളെ വൈറൽ കണ്ടന്റ് ഉണ്ടാക്കാനുള്ളൊരു ടൂളായിട്ട് നമ്മുടെ കുഞ്ഞിനെ മാറ്റരുത്. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സ്വകാര്യതയും ജീവിതവുമായിരിക്കും. അത്തരം മാതാപിതാക്കളായിട്ട് നമ്മൾ ഒരിക്കലും മാറരുത്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ അലർച്ചകൾ, നമ്മുടെ നിശ്വാസങ്ങൾ, നമ്മുടെ മെൻ്റൽ ട്രോമാസ് അതൊന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച് കളിക്കേണ്ട ഒരു കാര്യമല്ല. അത് പരിഹരിക്കേണ്ടത് നമ്മുടെ സുഹൃത്തുക്കൾ വഴിയോ നമ്മളുടെ ബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് വഴിയോ ഒക്കെയാണ് നമ്മളത് പരിഹരിക്കേണ്ടത്. ഇവിടെ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും കണ്ടന്റുകളും നിങ്ങളുടെ ജീവിതമായിട്ട് മാറുന്നു, അവിടെ നമുക്ക് പരാജയപ്പെടുന്ന നമ്മുടെ ജീവിതമാണ്. കാരണം നാളെ ഈ നമ്മുടെ വൈറൽ കണ്ടന്റിന് പകരം ഒരു വൈറൽ താരം വന്നു കഴിയുമ്പോൾ, നമ്മൾ പിന്നണിയിലേക്ക് തള്ളപ്പെട്ട് കഴിയുമ്പോൾ ഇതിനെക്കാട്ടിലും വലിയ ട്രോമയിലേക്കായിരിക്കും നിങ്ങൾ വലിച്ചെറിയപ്പെടുന്നത്. ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെയുള്ളത് നമ്മുടെ ഫോളോവേഴ്സ് അല്ല, നമ്മുടെ കുടുംബമാണ്. അതുകൊണ്ട് ചില നിമിഷങ്ങൾ നമുക്ക് ക്യാമറ ഇല്ലാതെയും ജീവിക്കാം. ജീവിതമെന്ന് പറയുന്നത് ജീവിച്ച് തീർക്കാനുള്ളതാണ്, കേവലം കണ്ടന്റ് ക്രിയേഷൻ മാത്രമുള്ളതല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നു. ബാക്കിയുള്ള ജീവിതം എൻ്റെ കുടുംബത്തിന് വേണ്ടിയാവട്ടെ. ക്യാമറ ഓഫ്.